ന്യൂയോർക്കിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമത്തിന് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു, സംസ്ഥാന സർക്കാരും മറ്റേ രീതിയിൽ കുട്ടികളുടെ ഈ സമൂഹ മാധ്യമം നിയന്ത്രിക്കാനുള്ള വിഷയത്തിലേക്കൊക്കെ ഒരുങ്ങുന്നു. ഈ അമേരിക്കയിലൊക്കെ താങ്കൾക്ക് അങ്ങനെ പരിചയമുള്ള, വിദേശ രാജ്യത്ത് പരിചയമുള്ളതാണല്ലോ, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവിടെ ഈ സമൂഹ മാധ്യമങ്ങളിലെ കുട്ടികളുടെ ഉപയോഗവും അതിൻ്റെ ഒരു നിയന്ത്രണവും ഒക്കെ എങ്ങനെയാണ്? നമസ്കാരം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ഇവിടെ വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവർക്ക് ന്യായമായി ഉപയോഗിക്കാം, ഇഷ്ടംപോലെ ഉപയോഗിക്കാം, ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, ഇവിടെ ഉള്ള കുട്ടികൾ ഭയങ്കര പ്രാക്ടിക്കൽ ആൻഡ് മെച്യൂർഡ് ആണ്. ഇവിടെയുള്ള കുട്ടികൾ ഈ കിട്ടുന്ന ഇന്റർനെറ്റും ഈ സോഷ്യൽ മീഡിയ യൂസേജ് ഒക്കെ അവർ 99% കുട്ടികൾ യൂസ് ചെയ്യുന്നത് ഫോർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫോർ നോളജിനാണ്. പക്ഷെ ഞാൻ നേരെ തിരികെ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ കാണുന്നത്, നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇതിനെ യൂസ് ചെയ്യുന്നത് ആക്ച്വലി മിസ്യൂസ് ആണ് ഇവർ തേടുന്നത്. 90% ചെയ്യണം അങ്ങനെയാണെന്ന് തോന്നുന്നത്. ഒരു അൺനെസസറി ആയിട്ടുള്ള കണ്ടന്റുകൾ കാണുക, എക്സ്പെഷ്യലി സെക്സ്വൽ കണ്ടന്റ് ആണെന്ന് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൂടുതൽ. അത് ആ കുട്ടികളെ സ്വാധീനിക്കാൻ വേണ്ടി അത്തരം ആൾക്കാരിപ്പുണ്ട്. ഒരു ട്രാപ്പ് ഗ്രൂപ്പ് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ ശക്തമായി മോണിറ്റർ ചെയ്യാനോ സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ അവരാരും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എടുത്ത ആ ഒരു തീരുമാനത്തിന് ഞാൻ തൃപ്തിയല്ല. കാര്യം എന്ന് പറഞ്ഞാൽ AI വീഡിയോ ആരെക്കുറിച്ച് എന്ത് അപവാദം ഉണ്ടാക്കാനും അനാവശ്യമായ പൊളിറ്റിക്സും ജിയോഗ്രഫിക്കൽ ഇഷ്യൂ പോലും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള AI വീഡിയോ ഉണ്ടാക്കണം. അതിനൊക്കെ കർശനമായി നിരോധിക്കേണ്ടതാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഐ തിങ്ക് അപ്രീഷിയറ്റബിൾ ആണ്. അവരെടുത്ത തീരുമാനം വളരെ നല്ലതാണ്. മുമ്പ് ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ട്രാഫിക് റൂൾസിന് വേണ്ടി ക്യാമറാസും അങ്ങനെയൊക്കെ വെച്ചത്. സോ അത് പക്ഷേ വർക്ക്ഔട്ട് ആയില്ല, ഇപ്പോഴെനിക്ക് തോന്നുന്നില്ല. ബട്ട് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഈസ് ഓക്കെ. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഈ എടുത്ത തീരുമാനം പക്ഷെ ഇത് അങ്ങനെ പോരാ. എന്റെ ഒരു പേഴ്സണൽ സജഷനിൽ സർക്കാരിനെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യണം. എക്സ്പെഷ്യലി ഒരു 18 വയസ്സുള്ള കുട്ടികൾക്കെങ്കിലും അവർ ഉപയോഗിക്കുന്ന ഫോണിന്റെ ഒരു പൂർണ്ണ ആക്സസ് പാരന്റ്സിന് ഉണ്ടാവുന്ന വിധം അവർ വാച്ച് ചെയ്യുന്ന കണ്ടന്റുകളൊക്കെ പർട്ടിക്കുലർ എക്സ്പെഷ്യലി ഈ അണ്ടറേജ് ആയ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ലിമിറ്റ് വെച്ച് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ മോണിറ്റർ ചെയ്യാൻ അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ഫോണുകളിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ വരാൻ പാടില്ല. പ്രധാനപ്പെട്ടാണ് ഇപ്പോൾ തന്നെ അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഹാഭൂരിപക്ഷം രക്ഷകർത്താക്കൾക്കും അങ്ങനത്തെ സംവിധാനങ്ങളെ കുറിച്ച് അത്തരം അറിവില്ലായ്മയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളതൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് ചെയ്യാൻ അറിയാവുന്ന കുട്ടികളും ഉണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത വേണ്ട. ഒരു കാര്യം കൂടെ, നമ്മുടെ എനിക്ക് തോന്നുന്ന ഫാദറോ പള്ളുരുത്തി ഒരു ഡേവിഡ് ആണെന്ന് തോന്നുന്നത്, പുള്ളിക്കാരൻ ചോദിച്ചു 2 ദിവസത്തിന് മുമ്പേ ചോദിച്ചു എന്നോട് വിളിക്കുമ്പോൾ ചോദിക്കാൻ പറഞ്ഞു, ഇവിടെ ട്രംപിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന്. ട്രംപിനെ കുറിച്ച് ഇവിടെ വളരെ മോശം അഭിപ്രായമാണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും റിപ്പബ്ലിക്കനും ഡെമോക്രേറ്റും അവരുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം ചെയ്യും. ഒരു പ്രശ്നമില്ല. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. താങ്ക് യു. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ സിബി ജോസഫാണ്, അമ്പൂരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സിബി ജോസഫ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പല AI വീഡിയോയും AI ചിത്രങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് AI ആണോ ഒറിജിനലാണോ എന്ന് അറിയില്ല. ഈ ഒറിജിനൽ വീഡിയോയ്ക്ക് ഇടയ്ക്ക് ചില AI ഒക്കെ സംയോജിപ്പിച്ച് അതിസമർത്ഥമായിട്ടൊക്കെ വെക്കും. ആര് കാണുന്നവരെല്ലാവരും വിശ്വസിച്ച് പോകും ഈ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി എന്ന തരത്തിലേക്കൊക്കെ. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ AI ഉപയോഗിച്ചോളൂ, പക്ഷേ നിങ്ങൾ AI ആണെന്ന് ജനങ്ങളെ അറിയിക്കാൻ ഉള്ളൊരു ഉത്തരവാദിത്തം കൂടി, അങ്ങനെ ഒരു നിയമം വരുന്നു. അത് ശരി, ആവശ്യമല്ലേ? ശ്രീരാജാണ് എറണാകുളത്ത്. ശ്രീരാജ് പറഞ്ഞോളൂ. കേക്കണ്ട, പറഞ്ഞോളൂ. എന്താണ് ഇത്? എന്താ സംഭവം? AI സംഭവം ഇറങ്ങിയിട്ട് എന്താണ്? കേട്ടില്ല. AI വിഷയമല്ലേ ഇത്? AI തട്ടിപ്പിന്. അതെ, പറഞ്ഞോളൂ. ശ്രീനാഥല്ല, ശ്രീരാജ്. ശ്രീരാജ് പറഞ്ഞോളൂ. അപ്പൊ അത് ഞാൻ ചോദിക്കണ, ഇലോൺ മസ്കും ഇത് AI ഇറക്കിയ സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നില്ലേ? ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ്. ഏതാണ് ഇപ്പൊ ഇൻസ്റ്റയിലൊക്കെ തന്നെ മറ്റേ ബ്ലോ ജോബ് ചെയ്യിക്കണ ഒരാളുടെ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് ബ്ലോ ജോബ് ചെയ്യിക്കണ വീഡിയോ ചെയ്യിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.